ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ വിഷ്ണു വലിയ സങ്കടത്തിലാണ്. ചങ്കുപൊട്ടിയാ അവിടെ നിൽക്കുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസമാണ്. അവിടെ സ്കൂളില് സത്യയും പപ്പിയും കൂടെ സംസാരിക്കുകയാണ്. പപ്പി പറയും, ആ എഴുതാനുള്ളതൊക്കെ നല്ല വൃത്തിക്ക് എഴുതി ഫോണിൽ അയക്കണേ. അപ്പൊ സത്യ പറയും, ആദ്യം നാളെ എഴുതാൻ പറ്റുമെന്ന് നോക്കട്ടെ. നാളത്തെ കാര്യം ഓർക്കുമ്പോ പപ്പിക്കും അതിന് നാളെ എന്താ? സത്യ പറയും, നാളെ അല്ലേ ഫാദേഴ്സ് ഡേ. പപ്പി പറയും, ഹോ അത്. അപ്പൊ സത്യക്കും, ഇപ്പൊ അങ്ങനെയായോ? ആ രമേശിന്റെ മുന്നില് നെളിഞ്ഞു നിൽക്കണമെങ്കില് എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റൂ. ഏറ്റത് പപ്പിയാട്ടോ. അപ്പൊ പപ്പി പറയും, ആദ്യം എഴുതാനുള്ളത് അയച്ചതാ. അപ്പോഴേക്കും ഇതിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കാന്നേ. അപ്പോഴേക്കും ഒരാൾ വന്നിട്ട്, പത്മിനി ഇവിടെ നിൽക്കാണോ? ദാ ടീച്ചർ വിളിക്കുന്നുണ്ട്. എന്തിനാന്ന് വെക്കുമ്പോ അതൊന്നും അറിഞ്ഞൂടാ, വാ എന്ന് പറഞ്ഞിട്ട് പപ്പിമോൾ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാ. പപ്പി പോയി കഴിഞ്ഞാൽ സത്യ വിചാരിക്കും പപ്പി എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാ. നാളത്തെ കാര്യത്തിന് എങ്ങനെയെങ്കിലും ഒരു തീരുമാനം കണ്ടെത്തണം. എനിക്കാണെങ്കിൽ അച്ഛന്റെ പേര് പോലും അറിയില്ല. അറിയായിരുന്നെങ്കിലേ എന്റെ പേര് ചേർത്ത് പറയായിരുന്നു. ഇതിപ്പോ മൊത്തത്തിൽ നാണക്കേടാവുമല്ലോ ദൈവമേ. അച്ഛന്റെ പേര് ഇവിടുത്തെ രജിസ്റ്ററിൽ കാണുമല്ലോ. അതൊന്ന് നോക്കിയാലേ പേരെന്താണെന്നെങ്കിലും അറിയാൻ പറ്റും. ഒന്ന് നോക്കിയേക്കാം, എന്തെങ്കിലും ഒരു പേര് കാണാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രിൻസിപ്പളുടെ റൂമിന്റെ അടുത്തേക്ക് പോകും. അവിടെയാണെങ്കിലേ HM എന്തോ നോക്കിക്കൊണ്ട് നിൽക്കണേ. അപ്പോഴായിരിക്കും സത്യ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് സത്യ അവിടെ നിന്ന് വിചാരിക്കും, രജിസ്റ്ററിൽ എന്തായാലും കുട്ടികളുടെ അച്ഛന്റെ പേര് കാണും. അപ്പൊ ആ രജിസ്റ്റർ എടുത്ത് നോക്കാൻ പറ്റിയാലേ എന്റെ അച്ഛന്റെ പേര് കണ്ടുപിടിക്കാം. പക്ഷെ എങ്ങനെയാ ആ രജിസ്റ്റർ തപ്പിയെടുക്ക എന്നിങ്ങനെ വിചാരിച്ചു നിൽക്കുമ്പോഴേക്കും അവിടെ HM ഒരു കോള് വരികയാണേ. ദാ ഇപ്പൊ തന്നെ ചോദിച്ചിട്ട് പറയാം സർ, ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ കോള് കട്ട് ചെയ്ത് പേഴ്സ് തുറന്ന് എന്തോ ഒരു നമ്പർ എടുക്കണേ. ഈ സമയം പേഴ്സിനകത്ത് പൈസയുണ്ട്. ആ പേഴ്സ് ആണെങ്കിൽ അടച്ചു വെച്ചിട്ടുമില്ല. HM നേരെ അവിടുന്ന് ഇറങ്ങി പോവാണ്. HM പോയി കഴിഞ്ഞാലേ സത്യ വേഗം ആ റൂമിനകത്തേക്ക് കയറും. എന്നിട്ട് വിചാരിക്കും, ഇതിപ്പോ എങ്ങനെയാ നോക്കിയെടുക്ക? ഇക്കൂട്ടത്തിൽ ഏത് രജിസ്റ്ററിലായിരിക്കും എന്റെ പേരുള്ളത് എന്നിങ്ങനെ വിചാരിച്ചിട്ട് മനസ്സിൽ പറയും, എന്റെ ക്ലാസ്സിലെ രജിസ്റ്റർ തന്നെ കിട്ടണേ കൃഷ്ണ എന്ന് വിചാരിച്ച് ഒരു രജിസ്റ്റർ എടുക്കുമ്പോ ആ രജിസ്റ്ററിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ടീച്ചറുടെ പേഴ്സ് താഴെ വീഴാണ്. അതിന്റെ അകത്തുനിന്ന് കുറെ ചില്ലറ പൈസയും നോട്ട് പൈസയൊക്കെ താഴെ വീഴും. അയ്യോ എന്ന് പറഞ്ഞ് സത്യ ആ രജിസ്റ്റർ ബുക്ക് അവിടെ വെച്ചതിന് ശേഷം ആ പൈസ എല്ലാം പെറുക്കിയെടുക്ക. എന്നിട്ടത് പേഴ്സിൽ വെക്കണേ. എന്നാ ഈ കയറി വരുന്ന HM അങ്ങ് ഞെട്ടിപ്പോകും. സത്യ പൈസ കയ്യിൽ പിടിച്ചു നിൽക്കുന്നതാ കാണുന്നത്. സത്യഭാമേ എന്ന് ഉച്ചത്തിൽ വിളിക്കുമ്പോഴാണ് സത്യ ടീച്ചറെ കാണുന്നത്. അങ്ങ് പേടിച്ചു പോകും. ടീച്ചർ വന്നിട്ട് പറയും, അമ്പടി കള്ളി, പൈസ മോഷ്ടിക്കാൻ നോക്കായിരുന്നല്ലേ എന്ന് പറഞ്ഞ് ആ പേഴ്സ് അങ്ങ് തട്ടി വാങ്ങിക്കും. അയ്യോ അല്ല ടീച്ചർ, ഞാൻ അതിനല്ല പേഴ്സ് എടുത്തത്. ടീച്ചർ വയ്ക്കും, പിന്നെ ഞാൻ വന്ന് കണ്ടത് എന്താന്ന്? അപ്പൊ സത്യ പറയും, ടീച്ചറെ ഞാനൊന്ന് പറയട്ടെ. അപ്പൊ ടീച്ചർ പറയും, നീ ഇനി ഒന്നും പറയണ്ട. കൈയോടെ പൊക്കിയപ്പോ നിന്ന് ചിണുങ്ങുന്നോ? അല്ലെങ്കിലും വലിയ വലിയ വീട്ടിലെ കുട്ടികൾക്കാ ഇപ്പോ മോഷണം കൂടുതലും. ഇത് കൈയോടെ ഞാൻ നിന്റെ വീട്ടിൽ അറിയിക്കുന്നുണ്ട്. അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. അപ്പോഴും സത്യ പറയും, ടീച്ചറെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ടീച്ചർ പറയും, നീ ഇനി ഒന്നും പറയണ്ട, ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ട കാര്യല്ലേ. ഇനി ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത് എന്ന് പറഞ്ഞ ശേഷം ഉടൻ തന്നെ ഫോൺ എടുത്ത് ശാലിനിയെ വിളിക്കണേ. ഹലോ, ശാലിനി മേഡം അല്ലേ? ഒന്ന് ഉടൻ തന്നെ സ്കൂളിലേക്ക് വരണം. എന്താന്ന് ചോദിക്കുമ്പോഴേക്കും മിസ് പറയും, ഇമ്മീഡിയറ്റ് ആയിട്ട് വരണം എന്ന് പറഞ്ഞ് ആ കോളം കട്ട് ചെയ്യും. നിന്റെ അമ്മ ഇങ്ങ് വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാം കേട്ടോ. അങ്ങനെ അല്പസമയം കഴിയുമ്പോ തന്നെ കളക്ടറുടെ കാറില് ശാലിനി അങ്ങോട്ട് എത്താണേ. ശാലിനി ടെൻഷനോട് കൂടിയാ വരുന്നത്. കാര്യം എന്താന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വരുമ്പോ ഉണ്ടാവും HMന്റെ റൂമിന്റെ പുറത്ത് സത്യ ഇങ്ങനെ നിൽക്കുന്നേ. ശാലിനി വന്നിട്ട് വയ്ക്കും, എന്ത് പറ്റി മോളെ? എന്തിനാ HM എന്നെ വിളിപ്പിച്ചത്? സത്യം ഒന്നും പറയാതെ തല താഴ്ത്ത. മോളെ എന്താ കാര്യം ഞാൻ ചോദിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും HM അങ്ങോട്ട് വരിക. കാര്യം ഞാൻ പറയാം. സത്യ ആരും കാണാതെ എന്റെ പേഴ്സ് എടുത്തു. അത് കേൾക്കുമ്പോ തന്നെ ശാലിനി അങ്ങ് ഞെട്ടും. HM പറയും, പണം മോഷ്ടിക്കാനാണോന്ന് എനിക്കറിയില്ല. ശാലിനി ഇങ്ങനെ വീണ്ടും ഞെട്ടണേ ടീച്ചറുടെ വാക്ക് കേട്ട്. എന്റെ ഓഫീസ് റൂമിലേക്ക് ഞാൻ വരുമ്പോ എന്റെ പേഴ്സും കൈ പിടിച്ച് പേഴ്സിലെ പൈസയും കൈ പിടിച്ച് നിൽക്കുന്ന സത്യയാണ് ഞാൻ കണ്ടത്. ഞാൻ എന്ത് വിചാരിക്കണം? മാഡം തന്നെ പറ. ശാലിനിക്കും, സത്യേ ഞാൻ എന്തീ കേൾക്കുന്നത്? നീ എന്തിനാ HMന്റെ ഓഫീസ് റൂമിൽ കയറിയത്? അപ്പൊ ടീച്ചർ പറയും, ഇത് ഇപ്പോഴത്തെ കുട്ടികളുടെ രീതിയിൽ കാണുന്ന ഒരു മെന്റൽ പ്രോബ്ലം ആണ്. ഇവര് വീടുകളിൽ നിന്നും ഇതുപോലെ ക്യാഷ് എടുക്കാറുണ്ടാകും. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അഥവാ ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ ചെറിയ കൗൺസിലിംഗിലൂടെ നമുക്കത് മാറ്റാവുന്നതേ ഉള്ളൂ. ശാലിനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സത്യ, എന്നു മുതലാ നീ ഇങ്ങനത്തെ ചീത്ത ശീലങ്ങളൊക്കെ പഠിച്ചത്? നീ എന്തിനാ HMന്റെ റൂമിൽ കയറി പേഴ്സ് എടുത്തത് എന്ന് വെച്ച് സത്യയുടെ കയ്യിൽ പിടിക്കണേ ശാലിനി. സത്യ പറയാൻ എന്ന് പറഞ്ഞ് കവിളിലും അങ്ങ് പിടിക്കുമ്പോ സത്യ പറയും, അമ്മേ ഞാൻ പൈസ എടുത്തതല്ല. ശാലിനിക്ക് ദേ തർക്കുത്തരം പറയുന്നോ? നീ എടുക്കാത്ത ടീച്ചർ പറയോ? ടീച്ചർ കള്ളം പറയോന്ന്? അമ്മേ ഞാൻ. അപ്പോഴേക്ക് ശാലിനി പറയും, നീ ഒന്നും പറയണ്ട, കള്ളത്തിലൊക്കെ പഠിച്ചു വെച്ചിട്ട്. ടീച്ചറോട് പറയും, സോറി മാഡം, ഇനി ഇത് ആവർത്തിക്കില്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞ ശേഷം വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് സത്യയുടെ കൈ പിടിച്ച് ശാലിനി അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാ. പുറത്തെത്തി മുറ്റത്തുനിന്ന്, സത്യേ കള്ളം പറയരുത്. നീ എന്തിനാ HMന്റെ പേഴ്സ് എടുക്കാൻ പോയത്? അമ്മ അവരുടെ മുന്നില് എത്രമാത്രം ചെറുതായി പോയി. നീ എന്താ മോളെ ഇങ്ങനെ? നീ പറ, നീ എന്തിനാ പേഴ്സ് എടുത്തത്? അമ്മേ ഞാൻ സത്യമായിട്ടും പേഴ്സ് എടുക്കാനോ പൈസ മോഷ്ടിക്കാനും പോയതല്ല അമ്മേ.
നാളെ ഫാദേഴ്സ് ഡേ അല്ലേ, എല്ലാവരും നാളെ അവരുടെ അച്ഛനെ കൊണ്ടുവരുമ്പോ എനിക്ക് എന്റെ അച്ഛന്റെ പേരെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ. ഇത് കേൾക്കുന്ന ശാലിനി ഞെട്ടിപ്പോവാണ്. അതിന് ഞാൻ എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കാൻ പോയതാ. അതിൽ അച്ഛന്റെ പേര് കാണുമല്ലോ. പക്ഷെ അപ്പോഴേക്കും അതിന്റെ മുകളിലുണ്ടായിരുന്ന പേഴ്സ് കൈ തട്ടി താഴെ വീണു. അതെടുത്ത് വെക്കാൻ പോയപ്പോഴാ ടീച്ചർ കയറി വന്നത്. ശാലിനിക്ക് വല്ലാത്ത സങ്കടാവും. മോളെ എന്ന് വിളിച്ച് തൊട്ടരികിലിരിക്കുമ്പോ എത്ര ചോദിച്ചാലും അമ്മ പറയില്ലല്ലോ, ശാരദാമ്മയും പറയില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യാ? അമ്മ തന്നെ പറ. ഇനി ഇതിന്റെ പേരില് എന്നോട് വഴക്കിട്ട് അമ്മ ഇരിക്കരുത്. അപ്പോഴാ എനിക്ക് കൂടുതൽ സങ്കടം വരിക. അച്ഛൻ അടുത്തില്ലാത്ത കുട്ടിയല്ലേ അമ്മ ഞാൻ. പിന്നെ ആകെ ഉള്ളത് അമ്മയാ. ആ അമ്മ കൂടെ വഴക്കിട്ടിരുന്ന സത്യമോൾക്ക് പിന്നെ ആരാ ഉള്ളത്? ശാലിനിക്ക് വല്ലാതെ അങ്ങ് സങ്കടാവും. മോളെ, അച്ഛന്റെ സ്നേഹം കൂടെ അമ്മ തരുന്നില്ലേ, അതുപോരെ? പക്ഷെ ഫാദേഴ്സ് ഡേക്ക് അമ്മ വന്നാ പറ്റുമോ അമ്മേ? ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞാ അച്ഛന്മാരുടെ ദിവസല്ലേ, അല്ലാതെ അമ്മമാരുടെ ദിവസമൊന്നും അല്ലല്ലോ. ശാലിനി മനസ്സിൽ വിചാരിക്കും, ഈശ്വര, സത്യമോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെയാ വിഷ്ണുവേട്ടാ മറുപടി കൊടുക്കുക? തളർന്നു പോവാ ഞാൻ. ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ ഭഗവാനെ. അപ്പോഴേക്കും സത്യ പറയും, അമ്മ വിഷമിക്കേണ്ട കേട്ടോ, സത്യമോൾക്ക് സങ്കടമൊന്നുമില്ല. ശാലിനി വിചാരിക്കും, സങ്കടമൊന്നും ഇല്ലെന്ന് പറയുന്നത് എന്നെ സങ്കടപ്പെടുത്താതിരിക്കാനാ. പാവം, നാളെ എന്താ ഈശ്വര ചെയ്യാ? അപ്പൊ സത്യക്കും എന്താ അമ്മ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സത്യയെ കെട്ടിപ്പിടിക്കണേ. ശാലിനി ഇങ്ങനെ കരയുന്നുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ഭാഗമാണ്. അവിടെ വിഷ്ണു രാത്രിയിലെ വീടിന്റെ മുകളില് ടെറസ് ഭാഗത്ത് ഇങ്ങനെ നിന്നിട്ട് മനസ്സിൽ വിചാരിക്കാണ്, സന്തോഷത്തോടു കൂടെ ഒരു ജീവിതം അത് കിട്ടണമെങ്കിൽ കുറെ അധികം ചോദ്യങ്ങള് കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. സ്വന്തം നേടലിനെ പോലും വിശ്വസിക്കാൻ ഇപ്പൊ പേടിയാണ്. സത്യങ്ങൾ തേടിയുള്ളൊരു യാത്ര അതിപ്പോ കൊണ്ടുപോയി എത്തി നിൽക്കുന്നത് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ തന്നെയാണ്. ഇനി ഇങ്ങനെ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഒരർത്ഥവും ഇല്ല. എല്ലാം വരും പോലെ വരട്ടെ. നമുക്ക് നമ്മുടെ രീതിയില് ജീവിതം ജീവിച്ചു തീർക്കാം. അതാണ് ജീവിതം. 100% എല്ലാം തികഞ്ഞ് ജീവിക്കുന്നവരെ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. എന്നിട്ടും അവര് ജീവിക്കുന്നില്ലേ, ഞാനും അതിലൊരാളായിട്ട് ജീവിക്കാം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും വിഷ്ണു അച്ഛ എന്ന് വിളിച്ച് പപ്പി അങ്ങോട്ട് വരുന്നത്. വിഷ്ണു അച്ഛൻ ഇപ്പോ ആരെക്കുറിച്ചാ ചിന്തിച്ചത്? പറയാന്നേ, ആരെക്കുറിച്ചാ? വിഷ്ണു പറയും, ചുമ്മാ ഇങ്ങനെ നിന്നതാടോ. പപ്പി പറയും, എനിക്കറിയാം, ചേച്ചിയമ്മയെ കുറിച്ചല്ലേ. അല്ലെന്നിങ്ങനെ കാണിക്കുമ്പോ പപ്പി പറയും, കള്ളം പറയണ്ട, എനിക്കറിയാം. എന്നാ ഞാൻ ചിന്തിച്ചത് സത്യയെ കുറിച്ചാ. വിഷ്ണുക്കും അതെന്താ ഇപ്പോ സത്യയെ കുറിച്ച് ചിന്തിക്കാൻ? സത്യ വിളിച്ചിരുന്നോ? പപ്പി പറയും, അതൊന്നും അല്ല വിഷ്ണു അച്ഛാ, നാളെ സ്കൂളില് ഫാദേഴ്സ് ഡേ ആ. അപ്പൊ എന്റെ കൂടെ എന്റെ അച്ഛൻ വരുന്നുണ്ട്. പക്ഷേ സത്യക്ക് അച്ഛനില്ലല്ലോ, അതുകൊണ്ട് സത്യയുടെ കൂടെ വരാൻ ആളില്ല വിഷ്ണു അച്ഛാ. വിഷ്ണു പറയും, അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യാ? പപ്പി പറയും, അതിന് ഞാനൊരു ഐഡിയ പറയട്ടെ. വിഷ്ണു പറയും, ആ വല്ല കുഴപ്പം പിടിച്ച ഐഡിയ ആയിരിക്കും, നിന്റെ അല്ലേ ഐഡിയ? അപ്പോഴേ പപ്പി പറയും, ആ ഒരല്പം കുഴപ്പം പിടിച്ചതാ. വിഷ്ണു പറയും, ആ പറ, നമ്മുടെ സത്യക്കുട്ടിയുടെ സങ്കടം മാറ്റാൻ പറ്റുന്നതാണോ എന്ന് നമുക്ക് നോക്കാം. പപ്പി പറയും, അച്ഛനെ കൊണ്ടു ചെല്ലാൻ പറ്റാത്തതാണല്ലോ സത്യയുടെ സങ്കടം. വിഷ്ണു പറയും, ഈ സമയത്തായിരിക്കും സത്യഭാമ എന്തോ ജോലി ചെയ്യാനായിട്ട് ആ റൂമിന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നത്. ഇവര് സംസാരിക്കുന്നത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ പപ്പി പറയണേ, എന്നാ പിന്നെ സത്യയുടെ അച്ഛനായിട്ട് വിഷ്ണു അച്ഛന് വരാൻ പാടില്ലേ എന്ന് പറയുന്ന നിൽക്കുമ്പോ തന്നെ സത്യഭാമ അങ്ങ് ഞെട്ടും. ഭാമ മാത്രമല്ല വിഷ്ണുവും ഞെട്ടിപ്പോവാ. ഭാമ വിചാരിക്കും, വിഷ്ണു സത്യയുടെ അച്ഛനായിട്ട് പോകാനോ, എവിടേക്ക് എന്നിങ്ങനെ വിചാരിക്കും. അതേസമയം വിഷ്ണു ആ ഞെട്ടലിൽ മാറിയിട്ടില്ല. ഒന്നും പറയാതെ നിൽക്കുമ്പോ പപ്പിക്കും എന്താ ഒന്നും മിണ്ടാത്തത്? സത്യയുടെ അച്ഛനായിട്ട് വിഷ്ണു അച്ഛന് വരാൻ പാടില്ലേന്ന്. അത് വേണ്ട മോളെ, വലിയ കുഴപ്പാവും. പപ്പിക്കും എന്തു കുഴപ്പം? പാവല്ലേ വിഷ്ണു അച്ഛാ, അച്ഛനില്ലാത്തത് കൊണ്ട് അവളുടെ സങ്കടം അറിയാവുന്നത് കൊണ്ട് പറഞ്ഞതാ. നാളെ എങ്ങനെയെങ്കിലും വിഷ്ണു അച്ഛൻ സ്കൂളിൽ വരണം. വരുവോ എന്ന് വെക്കുമ്പോ വിഷ്ണു പറയും, അല്ല മോളെ, അതിപ്പോ എന്ന് പറയുന്നതൊക്കെ ഭാമ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്നാ വിഷ്ണുവിനെ ഒന്നും പറയാൻ സമ്മതിക്കാതെ പപ്പി പറയും, ഇനി ഒന്നും പറയണ്ട, വിഷ്ണു അച്ഛൻ സമ്മതിച്ചെന്ന് ഞാനിതാ സത്യയെ വിളിച്ച് പറയാൻ പോവാണേ, ഇനി മാറ്റി പറഞ്ഞേക്കല്ലേ എന്നിങ്ങനെ പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോവാ. എടി പപ്പി മോളെ എന്നിങ്ങനെ വിളിക്കുമ്പോഴേക്കും പപ്പി അവിടുന്ന് ഓടിപ്പോയല്ലോ. എന്നാലും തിരിഞ്ഞു നിന്നിട്ട് പറയും, ഇനി ഒന്നും പറയണ്ട, നാളെ വന്നാ മാത്രം മതി എന്ന് പറഞ്ഞ അവിടുന്ന് ഓടിപ്പോവാ. ഷേ എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ നിക്കാ. ഇതേ സമയം ഇതെല്ലാം ഭാമ കേട്ടിട്ടുണ്ടല്ലോ. ഹോ, അപ്പൊ നാളെ വല്ലവരുടെയും കൊച്ചിന്റെ തന്തയായി സ്കൂളിൽ പോവാൻ ഒരുങ്ങി തയ്യാറായി നിൽക്കാനല്ലേ എന്റെ പൊന്നുമോൻ. ഈ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ നീ സത്യയുടെ അച്ഛന്റെ വേഷം കെട്ടി സ്കൂളിലേക്ക് പോകില്ല, വിടില്ല ഞാൻ, നോക്കിക്കോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച ഭാമ അവിടുന്ന് പോകുന്നത്. അങ്ങനെ ശേഷം പിന്നീട് പിറ്റേ ദിവസം ആയിട്ടുണ്ട്. സ്കൂളിലാണെങ്കിൽ ഫാദേഴ്സ് ഡേയുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പ്രോഗ്രാമിന്റെ അറേഞ്ച്മെന്റും അതുപോലെ സമ്മാനദാനത്തിനുള്ള സമ്മാനങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ ഉമ്മർത്ത് ഇങ്ങനെ ടെൻഷനോട് കൂടി നിൽക്കുക. അപ്പോഴേക്കും രാഘവേട്ടനും വെള്ളച്ചേട്ടനും അങ്ങോട്ട് വരും. രാഘവേട്ടൻ പറയും, എടാ നീ പുറത്തേക്ക് വല്ലതും പോകുന്നുണ്ടോ എന്ന് വെക്കുമ്പോ വിഷ്ണുവിനെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും രോഹിത്തും ശ്യാമയും പപ്പിയും അങ്ങോട്ട് വരും സ്കൂളിൽ പോവാൻ റെഡി ആയിട്ടെ. അങ്ങനെ വിഷ്ണു ഒന്നും പറയാതെ നിൽക്കുമ്പോ രാഘവേട്ടൻ ചോദിക്കും, എടാ നിന്നോടാ ചോദിച്ചത്. വിഷ്ണുക്ക് എന്താച്ചാ? എടാ നീ പുറത്തേക്ക് വല്ലതും പോകുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് മരുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നോ?
വിഷ്ണു ആ എന്ന് പറയുമ്പോഴേക്കും രോഹിത് പറയും, അച്ഛാ ചീട്ടിങ് തന്നേക്ക്, ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരാം. അത് വേണ്ട, നിനക്കിന്ന് സ്കൂളില് ഫാദേഴ്സ് ഡേ അല്ലേ, നിനക്ക് തിരക്കായിരിക്കും, അതിനിടയില് ഇതൊക്കെ വാങ്ങിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോഴേക്കും ഭാമയും അങ്ങോട്ടെത്തും. അങ്ങനെ രാഘവേട്ടൻ പറയും, അവൻ പൊക്കോളും, നീ കൊച്ചിനെ കൂട്ടി സ്കൂളിൽ പോകാൻ നോക്ക്. വിഷ്ണു പപ്പി എങ്ങനെ നോക്കും? പപ്പിയും ഭാമയ്ക്ക് എല്ലാം അറിയെങ്കിലും ഒന്നും അറിയാത്ത പോലെ നിൽക്കുക. അങ്ങനെ പോവാൻ തുടങ്ങുമ്പോ ശ്യാമ പപ്പിയോട് പറയും, അതെ സ്കൂളിൽ മത്സരങ്ങളൊക്കെ ഉണ്ടാകും, അച്ഛനും മോളും പങ്കെടുക്കണം കേട്ടല്ലോ. ഇത് കേൾക്കുന്ന രാഘവേട്ടൻ ചോദിക്കും, ആഹാ അത് ശരി, മത്സരത്തിന് അച്ഛന്മാരും പങ്കെടുക്കണോ? അപ്പൊ ശ്യാമ പറയും, അങ്ങനെയൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. കൊള്ളാം. അപ്പോഴേക്കും ഭാമ ചോദിക്കും, എന്ത് പരിപാടി? കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത് പഠിക്കാനാ. ഇതുപോലുള്ള കോമാളിത്തരത്തിനൊക്കെ അധ്യാപകരും കൂട്ടു നിൽക്കുന്നുണ്ടല്ലോ. അവർക്ക് ഇന്നത്തെ ദിവസം പിന്നെ പഠിപ്പിക്കണ്ടല്ലോ. അപ്പൊ രാഘവേട്ടൻ പറയും, ഭാമേ കുട്ടികളുടെ പഠനത്തോടൊപ്പം കുട്ടികളുടെ മാനസിക ഉല്ലാസവും വർദ്ധിപ്പിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആട്ടവും പാട്ടവും ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് കുട്ടികൾ എപ്പോഴും സന്തോഷത്തോടു കൂടെ ഇരിക്കണം. നല്ല നല്ല സമൂഹത്തെ ഈ കുട്ടികൾക്ക് വാർത്തെടുക്കാൻ പറ്റൂ. ഭാമ ഇങ്ങനെ പുച്ഛത്തിൽ മുഖം തിരിക്കുമ്പോ രാഘവട്ടം പറയും, ഇതൊക്കെ ഞാൻ ആരോട് പറയാനാ? സ്കൂളിൽ പോകുന്നുണ്ടോന്ന് ചോദിക്കുമ്പോ ഈ സാറ്റ് കളി കളിക്കാനാണോ എന്ന് ചോദിക്കുന്നവരോട് അവരോട് ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ ഭാമ പറയോ, അങ്ങനെയൊന്നും എന്നെ കൊച്ചാക്കാൻ നോക്കണ്ട, ഞാനും തെറ്റില്ലാത്ത രീതിയിൽ പഠിച്ചു തന്നെയാ വളർന്നത്. പിന്നെ അധികം ക്ലാസ്സിലേക്ക് പോകാൻ പറ്റില്ലെന്ന് മാത്രം. പക്ഷെ അന്നൊന്നും ഇങ്ങനെ കോപ്രായങ്ങളൊന്നും ഇല്ലായിരുന്നു. ഫാദേഴ്സ് ഡേയും മദേഴ്സ് ഡേയും ചുമ്മാ ഓരോ വേഷം കിട്ടില്ലേ, അല്ലാതെന്താ എന്ന് പറയുന്ന സമയത്ത് പപ്പി ആരും കാണാതെ വിഷ്ണുവിനെ ഇങ്ങനെ തോണ്ടിയിട്ട് തംസപ്പ് ഒക്കെ കാണിക്കാ, റെഡിയല്ലേ എന്ന് ചോദിക്കാ. വിഷ്ണു മിണ്ടല്ലേ എന്നിങ്ങനെ പറയും. ഈ സമയം രോഹിത് വയ്ക്കും, അല്ല വിഷ്ണു ബ്രോയും സ്കൂളിലേക്ക് വരുന്നുണ്ടെന്ന് പപ്പിമോള് പറഞ്ഞു. അപ്പൊ തന്നെ ഭാമ ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുമ്പോ വിഷ്ണു പറയും, ഞാൻ വരാം. അപ്പൊ ഭാമ അറിയാമെങ്കിലും ഒന്നറിയാത്ത പോലെ ചോദിക്കും, അതെന്തിനാ നീ പോകുന്നത്? നിന്റെ മക്കൾ ആരെങ്കിലും സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? അപ്പൊ തന്നെ ശ്യാമയുടെ ഉള്ളിലാണ് വല്ലാത്തൊരു ഞെട്ടല് വരുന്നത്. വിഷ്ണു പറയും, അത് പിന്നെ പപ്പിയുടെയും രോഹിത്തിന്റെയും പെർഫോമൻസ് ഒക്കെ കാണാനായിട്ട്. അപ്പൊ ഭാമ വയ്ക്കും, ഇനി അതോ ആ തന്തയില്ലാത്ത കൊച്ചിനെ അച്ഛനാവാൻ വല്ല ഉദ്ദേശവും ഉണ്ടോ? ഇത് കേൾക്കുന്ന എല്ലാവരും ഷോക്കാവും. വിഷ്ണുവും, അമ്മേ കുറച്ചുകൂടി നല്ല ഭാഷയിൽ സംസാരിച്ചൂടെ? സത്യമോള് നമുക്ക് അന്യൊന്നുമല്ലല്ലോ, പാപ്പിമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഭാമ പറയോ, പാപ്പിമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടല്ലോ, ആ ശാലിനിയുടെ മകളായതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ചാടി പുറപ്പെട്ടു പോകാൻ പോകുന്നത്? ആ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്നുള്ള ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി അവൾക്ക് തരാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ എന്തിനാടാ നീ ഇങ്ങനെ വേഷം കെട്ടാൻ വേണ്ടി പോകുന്നത്? ഒഴിവാക്കി വിടുന്ന സ്ഥലത്തുനിന്ന് സ്വയം മനസ്സിലാക്കി ഒഴിയണം, അല്ലാതെ പിന്നെയും പിന്നെയും അവിടെ അള്ളിപ്പിടിച്ചു നിൽക്കുന്നതേ നല്ല കുടുംബത്തിൽ പിറന്നവർക്ക് ചേരുന്നതല്ല. രാഘവേട്ടൻ പറയും, എന്റെ ഭാമേ ഒരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സന്തോഷത്തിന്റെ കാര്യമാണ്. അതിന് നീ തടസ്സം നിൽക്കരുത്, ദൈവകോപം ഉണ്ടാവും. ഭാമ പറയോ, ഈ കാര്യത്തില് കുറച്ച് ദൈവകോപം കിട്ടിയാലും വിഷ്ണുവിനെ ആ കൊച്ചിന്റെ അച്ഛനാവാൻ ഞാൻ വിടില്ല. ഇല്ലെങ്കിൽ ഇതിനൊരു തീരുമാനം അറിയട്ടെ. പപ്പിമോള് വിഷ്ണുച്ചാ എന്നിങ്ങനെ ദയനീയമായിട്ട് വിളിക്കുമ്പോ വിഷ്ണു പറയും, അമ്മേ ഞാൻ പപ്പിക്ക് വാക്ക് കൊടുത്തതാ, ഞാൻ പോവും എന്ന് പറഞ്ഞിട്ട് റെഡിയാവാനായിട്ട് അകത്തേക്ക് പോവാണ്. അപ്പൊ ഭാമ പറയും, എന്റെ സമ്മതം ഇല്ലാതെ അവൻ പോകുന്നത് എനിക്കൊന്ന് കാണണം. രോഹിത്തിനോട് പറയും, നീ സമയം കളയണ്ട, അവനെ കാത്ത് നീ നിൽക്കാൻ വേണ്ട, അവനെ എന്തായാലും ഞാൻ വിടില്ല. രോഹിത് അപ്പോഴും ഇങ്ങനെ പിറകിലേക്ക് നോക്കുമ്പോ ഭാമയ്ക്കും, എന്താടാ നോക്കി നിൽക്കുന്നത്, കൊച്ചിനെ കൂട്ടി സ്കൂളിലേക്ക് പോടാ. ഭാമ ഇങ്ങനെ പറയുമ്പോ രോഹിത്തിനും സത്യമേ പേടിയാണല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ, പോയിട്ട് വാ മക്കളെ. അങ്ങനെ രോഹിത്ത് വാ മോളെ എന്ന് പറഞ്ഞ് പപ്പിയെ കൂട്ടുമ്പോ, അച്ഛാ വിഷ്ണു അച്ഛൻ. ഭാമ നിന്ന് ചിണുങ്ങാതെ സ്കൂളിൽ പോകാൻ നോക്ക് എന്നിങ്ങനെ പറയുമ്പോ കുട്ടിയും പേടിച്ചു പോവാ. അങ്ങനെ രോഹിത്ത് പപ്പിമോളെ കൂട്ടി കാറിൽ കയറ്റി സ്കൂളിലേക്ക് പോവാണേ. ശ്യാമയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ആകെ സങ്കടത്തിലാ നിക്കണേ. പോയി കഴിഞ്ഞാ ഭാമ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ട് ഒരു ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് കയറി പോവാണേ. നേരെ വിഷ്ണുവിന്റെ റൂമിലേക്കാ പോകുന്നത്. വിഷ്ണു ആണെങ്കിൽ സ്കൂളിലേക്ക് പോവാനായിട്ട് റെഡി ആയിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഇത് കണ്ട് ഭാമ വരുന്നത്. ഭാമ വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെല്ലാ. അപ്പൊ അമ്മയെ ധിക്കരിച്ച് പോകാൻ തന്നെയാ നിന്റെ പരിപാടി അല്ലേ? വിഷ്ണു പറയും, ഞാൻ പറഞ്ഞല്ലോ പപ്പിക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. ഭാമ പറയും, സത്യയുടെ കാര്യത്തില് എനിക്ക് വ്യക്തമായൊരു തെളിവ് കിട്ടാത്തടത്തോളം കാലം നീ അവളുമായിട്ട് യോജിക്കുന്ന ഒരു കാര്യത്തിലും എനിക്ക് സമ്മതം തരാൻ കഴിയില്ല. വിഷ്ണു ഒന്നും മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നത്. വിഷ്ണു നീ ഇന്ന് പോകില്ലെന്നോ നിന്നെ വിടില്ലെന്നും തീരുമാനിച്ചത് സത്യഭാമയാണ്. അതിനെന്തു മാർക്ക് ഉപയോഗിക്കാനും എനിക്ക് മടിയില്ല. അപ്പോഴും വിഷ്ണു മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഭാമ ആ റൂമിൽ നിന്ന് ഇറങ്ങാണ്. വിഷ്ണു അപ്പോഴും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഭാമ വിഷ്ണുവിനെ നോക്കി ആ ഡോറങ്ങ് ആഞ്ഞടക്കാണ്. അപ്പോഴാ വിഷ്ണുവിന് കാര്യം മനസ്സിലാവുന്നത്. അമ്മേ എന്ന് വിളിക്കുമ്പോഴേക്കും ഭാമ വേഗം ആ ഡോറങ്ങ് ലോക്ക് ചെയ്യും. എന്നിട്ട് കീ അങ്ങ് കയ്യിലേക്ക് എടുക്കണേ. വിഷ്ണു കഥകിന് വന്ന് മുട്ടും. അമ്മേ കളിക്കല്ലേ, വാതിലോർക്ക് അമ്മേ എന്നിങ്ങനെ കെഞ്ചി പറയുമ്പോഴും സത്യഭാമ മൈൻഡ് ചെയ്യാതെ വിഷ്ണുവിനെ അകത്ത് ലോക്ക് ചെയ്തതിന്റെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. വിഷ്ണു ആണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ നിരാശയോടെ കൂടെ നിൽക്കുന്നതൊക്കെയാണ് അടുത്ത പ്രൊമോയിലുള്ളത്. പിന്നീട് കാണിക്കുന്നത് സ്കൂളിലെത്തിയിരുന്ന പപ്പി സത്യയുടെ അടുത്തേക്ക് ചെല്ലാ. എന്നാ സത്യ സങ്കടത്തിൽ പറയും, എല്ലാവരുടെയും അച്ഛന്മാരും വന്നു, അമ്മമാരും വന്നു, എന്റെ മാത്രം ആരും വന്നില്ല. അമ്മ പുറപ്പെട്ടെന്ന് പറഞ്ഞു, പക്ഷേ
ഇവിടെ സമയത്തിന് എത്തണല്ലോ. അങ്ങനെയൊക്കെ ഇങ്ങനെ സങ്കടത്തോടു കൂടി പപ്പിയോടും രോഹിത്തിനോടും സംസാരിക്കുകയാണ് സത്യമോള്. ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു അവിടെ റൂമിൽ ലോക്കായിരിക്കുകയാണല്ലോ. സത്യഭാമയാണെങ്കിൽ വിഷ്ണുവിനെ വിടില്ലെന്നുള്ള വാശിയിലും. അങ്ങനെ എല്ലാവരും ഹാളിൽ നിൽക്കുമ്പോഴായിരിക്കും ആശാനില്ലേ സത്യമേ എന്ന് ചോദിക്കുമ്പോ തന്നെ സത്യമ ഇങ്ങനെ തലപൊക്കി നോക്കുന്നതല്ലാതെ മറുപടി ഒന്നും പറയുന്നില്ല. വീണ്ടും കമലൻ ചോദിക്കുമ്പോ വിഷ്ണു ഇവിടെ ഇല്ലെന്ന് പറയും. എന്നാൽ ഈ സമയം രാഘവേട്ടൻ വിഷ്ണു മുകളിലുണ്ടെന്നിങ്ങനെ കണ്ണോണ്ടും കൈകൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കുക. എന്ത് എന്നിങ്ങനെ കമലനും ആ ആക്ഷൻ രീതിയിൽ തന്നെ ചോദിക്കുമ്പോ വീണ്ടും വീണ്ടും മുകളിലുണ്ടെന്ന് കാണിക്കും. എന്നാ ഭാമ കമലനെ അധിക സമയം അവിടെ നിർത്താതെ പോവാൻ വേണ്ടി പറയാ. എന്നാ ഇതേ സമയം കമലന്റെ സൗണ്ട് അകത്ത് കേൾക്കുന്ന വിഷ്ണു കേൾക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഫോണില് കമലനെ വിളിക്കുക. കമലൻ പുറത്തിറങ്ങിട്ടാ ആ കോൾ എടുക്കുന്നത്. എടാ കമല, നാളെ ഫാദേഴ്സ് ഡേ ആടാ. ഞാൻ പപ്പിക്ക് വാക്ക് കൊടുത്തതാടാ സത്യയുടെ അച്ഛനായിട്ട് അങ്ങോട്ട് ചെല്ലാന്നേ. പക്ഷെ അമ്മ എന്നെ ഇവിടെ ലോക്ക് ചെയ്തു. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടിയില്ല, എനിക്ക് സത്യയുടെ സ്കൂളിൽ പോകണം, നീ എന്നെ സഹായിച്ചു വെക്കൂ എന്ന് പറയുമ്പോ പെട്ടെന്ന് കമലിനെ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. എന്തായാലും കമലൻ തന്നെ വിഷ്ണുവിനെ ആ റൂമിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരും. അങ്ങനെ വിഷ്ണു തന്നെ ശരിക്കും സത്യയുടെ അച്ഛൻ തന്നെ സത്യയുടെ അച്ഛനായിട്ട് സ്കൂളിലേക്ക് ചെല്ലാൻ പോവാണ്. അപ്പൊ ഈ ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഈ പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്